നമ്മളെപ്പോഴും അങ്ങനെ തള്ളേ പിള്ളേന്ന് വിളിക്കാറില്ല. ഇവര് ചുമ്മാ ട്രിവാൻഡ്രത്തെ തള്ളേന്ന് വിളിച്ച് അങ്ങനെ ആക്കി കളഞ്ഞു. OTT വരുമ്പോൾ നമുക്കറിയാം കുറെ ഊക്ക് കിട്ടും. ബേസിലും ടോവിനെയും പൊളിച്ചു, പക്ഷെ ബേസിൽ ശരിക്കും തൂക്കി സിനിമ. സൂപ്പർ ഞാൻ ഫാൻ ബോയ് ആയി. പണ്ടേയും വാച്ചബിൾ സാധനമുണ്ട്, പക്ഷേ ഈ റിവ്യൂ ഒക്കെ കണ്ടു വന്നിട്ട് ഭയങ്കര ക്രിഞ്ച് ഫസ്റ്റ് ആയിരുന്നു. അത് ചില ടോവിനോ വരെ ചില സീനും ബേസിൽ പുള്ളി കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ടോവിനോ ചില സീനൊക്കെ ഭയങ്കര ക്രിഞ്ചായിരുന്നു. അടിപൊളി പടമാണ്, പടം പോയി കാണുക, പൈസ കൊടുത്ത് പടം പോയി കാണുക. സിനിമ സൂപ്പറായിരുന്നു, സൂപ്പർ കോമഡി ആയിരുന്നു. ഇതിന് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. അത്യാവശ്യം കണ്ടിരിക്കാം. നമ്മളെ പോലെ 2K കഴിഞ്ഞിട്ടുള്ള പിള്ളേർ കണ്ടുകൊണ്ടിരിക്കാന്നുള്ള പടമാണ്. അല്ലാതെ വേറെ ഇങ്ങനെ ഈ 90s കിഡ്സിനൊന്നും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പടങ്ങളല്ല. ഈ പടം എനിക്കറിയില്ല, തൂക്കിന്ന് വേണമെങ്കിൽ പറയാം. ടോവിനോ എല്ലാം സെറ്റാവും. സൂപ്പർ പടമാണ്. നല്ല വിളയൊന്നുമില്ല, എന്നാലും നൈസായിരുന്നു. സൂപ്പറായിരുന്നു ചേട്ടാ, സൂപ്പറായിരുന്നു. നല്ലപോലെ ചെയ്തു, അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടായി, പക്ഷെ നല്ലപോലെ ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. അത്രയും അങ്ങോട്ട് അങ്ങനെ സട്ടിലായിട്ടാണ് ആൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ടൈം. സോ എന്തായാലും ജെൻസിക്ക് മാത്രമേ ഈ പണം കണക്ട് ആവുള്ളൂ. ഇതിന് മുമ്പ് നമ്മൾ കുറച്ച്, അതായത് 90s അവർക്കൊക്കെ കാണുമ്പോഴത്തേക്കും അത് ഒരുമാതിരി തോന്നും പടം. ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന അറ്റ്ലീസ്റ്റ് വരുന്നെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിരുന്നാലേ എന്നാലും നല്ല എനിക്ക് തന്നെ ഞാൻ 2-3 പേരായിട്ട് വന്നത്. എനിക്ക് കുറേ സീൻസൊക്കെ നല്ല ക്രിഞ്ച് പടമായിട്ട് തോന്നിയത്. ഇഷ്ടപ്പെട്ടു, സൂപ്പർ, അടിപൊളി. അവൻ്റെ ആദ്യത്തെ ഫിലിമാണ്, നന്നായിട്ടുണ്ട്. നല്ല സിനിമ. എല്ലാവരും നല്ലപോലെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സെറ്റ് സിനിമ ഒരു രക്ഷയില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സെറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ്. ഞാൻ എസ്പെഷ്യലി ഇവൻ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ ആ ഒരു സ്ട്രെസ്സും പെയിനും ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നതും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെയ് 16 ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. പക്ക കോളേജ് ഉണ്ട്, പിന്നെ ചിലക്ക് ക്രിഞ്ച് ചെയ്യുന്നുണ്ട്. OTT വരുമ്പോൾ നമുക്കറിയാം കുറെ ഊക്ക് കിട്ടും. നമുക്ക് കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്, കണ്ടുകൊണ്ടിരിക്കാം. നല്ല ഫൺ എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ടിരുന്ന് പക്ഷേ വാഴയുടെ അത്ര ഒന്നും വന്നിട്ടില്ല, ഇമോഷനായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇറ്റ്സ് കോമഡി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യ അവസാനം കോമഡി ആയിരുന്നു, പക്ഷേ ഭയങ്കര നല്ല സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര പഞ്ചായിരുന്നു, ഒരു ഡിലേ ഇല്ല, ഒരു ലാഗില്ല. വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. ടോവിനോ ആൻഡ് ബേസിൽ സൂപ്പർബ് ആൻഡ് ഓസം. അങ്ങനെ കളിയാക്കുന്ന രീതിയൊന്നുമല്ല. ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറയുമ്പോൾ ഞാനൊരു ട്രിവാൻഡ്രംകാരിയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയണത്, കുറച്ച് അങ്ങോട്ട് ഒരു സൗത്തിലേക്ക്, കുറച്ച് എക്സ്ട്രീം സൗത്തിലേക്ക് പോകുന്ന ഒരു ലാംഗ്വേജാണ്. അതുകൊണ്ട് ട്രിവാൻഡ്രം സ്ലാങ്ങിനെ അങ്ങനെ കളിയാക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് അവർ ഐഡൻറ്റിറ്റി. പുള്ളി കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചും കൂടെ പൃഥ്വിരാജ് വന്നാൽ കുറച്ചും കൂടെ ട്രിവാൻഡ്രം കുറച്ചും കൂടെ കണക്ട് ആവുമെന്ന് തോന്നി. പക്ഷേ പുള്ളിയുടെ അത് ആർട്ടിഫിഷ്യലി ട്രിവാൻഡ്രം സംസാരിക്കുന്ന ആളാണ്, നമുക്ക് മനസ്സിലാവൂലേ. അത് ഇത്തിരി ഓവറാണ്. നമ്മളെപ്പോഴും അങ്ങനെ തള്ളേ പിള്ളേന്ന് വിളിക്കാറില്ല. ഇവര് ചുമ്മാ ട്രിവാൻഡ്രത്തെ തള്ളേന്ന് വിളിച്ച് അങ്ങനെ ആക്കി കളഞ്ഞു. തിയേറ്റർ മസ്റ്റ് വാച്ച് പടമാണ്. ട്രിവാൻഡ്രം സ്ലാങ് ടോവിനോ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം ബേസിൽ നിന്നുകൊണ്ട് ബേസിൽ ഇഷ്ടപ്പെട്ടു. ടോവിനോയുടെ വില്ലൻ ക്യാരക്ടർ കിള്ളായിരുന്നു. കുറേ കാലം ഒരു വൈബ് പടമൊക്കെ വന്നിട്ട് ആക്ച്വലി കോളേജ് സ്റ്റുഡൻസിന് ക്ലിയർ കട്ടായിട്ട് ലൈക്ക് അവർക്ക് സെറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് സീറ്റിൽസ്. ടോവിനോ തൂക്കിന്ന് എനിക്ക് പേഴ്സണലി ടോവിനോ. ആവേശം പടക്കളമൊക്കെ കണ്ടില്ലേ, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്, ഒരു കോളേജ് വൈബ് കിട്ടുന്നുണ്ട്.